ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഒരു കംപ്ലീറ്റ് മീൽസ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ്ങിൻ്റെ സ്നാക്ക്, അതുപോലെ തന്നെ വിശേഷങ്ങൾ, അതുപോലെ ഡിന്നർ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ വീക്ക് ഡേ ആണ്, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഹോംലി മീൽസ്, നമ്മുടെ ഹോംലി കുക്കിംഗ് ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ചില ദിവസങ്ങളിൽ കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷം ഷെയർ ചെയ്യാറുണ്ട്, ചില ദിവസങ്ങളിൽ ഡയറക്റ്റ് കഴിക്കലിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇന്ന് കിച്ചൺ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് സംബന്ധമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചായയും, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം, വെള്ളയപ്പവും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള മുട്ടക്കറിയുമാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് മീൽ നമ്മൾ കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള, മൈൽഡ് സ്പൈസോട് കൂടിയിട്ടും അതുപോലെ തന്നെ മൈൽഡ് സ്വീറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ മുട്ടക്കറിയും വെള്ളയപ്പവും അതുപോലെ തന്നെ ചൂട് ചായയും കൂട്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ബൗള് മാംഗോ, ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗള് മാംഗോ നമ്മളെല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ മക്കൾക്കും ഒക്കെ നമ്മളെല്ലാവരും കൂടി മാംഗോ കഴിച്ചു. അതിനുശേഷം ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങും വിശേഷങ്ങളും ഒന്നും ഷെയർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ കിച്ചൺ വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ലഞ്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കുറച്ച് ദിവസമായി നമുക്ക് രസം കൂട്ടാനൊരു ആഗ്രഹം. എനിക്ക് രസം എന്ന് പറയുന്നത് അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഒന്നുമല്ല, എങ്കിലും കുറച്ച് നാൾ കൂടി കഴിക്കാതെ ഇരുന്നിട്ട് കഴിച്ചപ്പോൾ ഒരു ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നാടൻ രസമാണ് ചോറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞ കളറിനുള്ള രസം ഉണ്ടല്ലോ, കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഗാർലിക്കും ഒക്കെ കൂടുതൽ ചേർത്തിട്ടുള്ള ആ ഒരു മഞ്ഞ കളറിനുള്ള രസം, അത്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുകൊക്കെ ഇട്ടതിന് ശേഷം കൊച്ചുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും അതുപോലെ തന്നെ ഗാർലിക്കും കറിവേപ്പില ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു, അതിലേക്ക് കുറച്ച് കായം ഒരു ഫ്ലേവറിന് വേണ്ടി കായം ചേർത്തു. അങ്ങനെ പൊടികളും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ട് ആ ഒരു കൊച്ചുള്ളിയും അതുപോലെ തന്നെ ആ ഒരു ഗാർലിക്കൊക്കെ ആ ഒരു കൊക്കനട്ട് ഓയിലിൽ കിടന്ന് മൊരിയുമ്പോഴത്തേനും ഒരു പ്രത്യേക രസമാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉപ്പും കായവും പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലും കുറച്ച് വാളം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, വാളം പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള, എല്ലാ വീടുകളിലും കോമൺലി അതുപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ വെക്കുന്ന ഒരു സാദാ ഒരു രസം, അതാണ് ഇന്ന് നമ്മൾ ഒഴിച്ച് കറിയായിട്ട് ചോറിന് വേണ്ടി. നല്ല ചൂട് ചോറിൽ നല്ല ചൂട് രസം ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടും. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒരുപാട് കറികളൊന്നും നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് വീക്ക് ഡേയ്സിൽ സാധാരണ ഒരുപാട് കറികളൊന്നും വെക്കാറില്ല. പിന്നെ കുറച്ചും കൂടെയൊക്കെ ഐറ്റംസൊക്കെ കൂട്ടുന്നത് ഇക്കായൊക്കെ കഴിക്കാനുള്ള വീക്കെൻഡ്സിലാണ് നമ്മൾ ലഞ്ചിന് കുറച്ചും കൂടെയൊക്കെ കറികൾ, എണ്ണം കുറച്ചും കൂടെ ലഞ്ചിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് ഒക്കെ വരണം, വളരെ ടേസ്റ്റി ആയിട്ട്. അപ്പോൾ രസം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ പരിപ്പ് ആഡ് ചെയ്യാം. ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള, പ്രത്യേകം ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാത്ത ഒരു സിമ്പിളായിട്ടുള്ള, പുളി കുറച്ച് മുന്നിൽ നിൽക്കുന്ന, കുറച്ച് പുളിപ്പോട് കൂടിയിട്ടുള്ള ഒരു സാധാ ഒരു സിമ്പിൾ രസം. പിന്നെ നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് നമ്മുടെ ഏത്തക്കായ ഉണ്ടല്ലോ, പച്ചക്കായ, അത് വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടിയും കൂടിയാണ് ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരു 3-4 പച്ചക്ക നീളത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ കറയൊക്കെ മാറാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം അത് കുറച്ച് കൂടുതൽ തവണ കഴുകി ഊറ്റി മാറ്റി വെള്ളമൊക്കെ പോകാനായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ ടേസ്റ്റി
ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ രസം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കായ, ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മൾ വേവിച്ചെടുത്തു. അതിനുശേഷം ഇതും ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കുകയാണ്. ഇതും നമ്മൾ കുറച്ച് ടേസ്റ്റി ആയിട്ട്, വളരെ സിമ്പിളാണ് എങ്കിൽ പോലും കുറച്ച് ടേസ്റ്റി ആയിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കറികളൊക്കെ ഒരുപാട് എണ്ണ ഒന്നും വേണ്ട. ഒന്നോ രണ്ടോ കറികൾ മതി. കുറച്ച് നല്ല ടേസ്റ്റിന്, നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറികളാകുമ്പോൾ നമുക്ക് 1-2 കറികൾ തന്നെ ചോറിന് ധാരാളം. അപ്പോൾ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, അതിനും കടുക് പൊട്ടിച്ചു, അതിലും കൊച്ചുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഗ്രീൻ ചില്ലിയും ഗാർലിക്കും ഒക്കെ ചേർത്തു. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തു. നമ്മളിതിലേക്ക് ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല, പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. അതുകൂടാതെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനും അതുതന്നെ ആ ഒരു ഗാർലിക്കിൻ്റെയും സവോളയുടെയും കൊച്ചുള്ളിയുടെയും ഒക്കെ ആ ഒരു മൊരിയോട് കൂടിയിട്ട്. പിന്നെ നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് പൊടികളും നമ്മുടെ സവോളയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മളിതാ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കായ ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊട്ടി ഇളക്കി വിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചൊന്ന് വേവിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട നാടൻ വിഭവങ്ങളിൽ പെട്ട ഒന്നാണ് നമ്മുടെ ഇത് തോരൻ രീതിയിൽ വെക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ മെഴുക്ക് പുരട്ടി വെക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗാർലിക്കും വറ്റൽമുളകൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ, പിന്നെ കടുകിൽ പൊട്ടിച്ചത് കൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ വെറുതെ സ്പൂണിൽ കോരി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ചോറിന് മാത്രമല്ല വെറുതെയും ഇത് കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണല്ലോ. അപ്പോൾ ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് ചോറിന് ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 ഐറ്റംസാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നാടൻ സിമ്പിൾ രസവും പിന്നെ വാഴയ്ക്ക മെഴുക്കുവരട്ടിയുമാണ്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് കാര്യമായിട്ട് വലിയ കുക്കിംഗ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് ഫിഷ് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ പപ്പടമുണ്ട്. ഞാൻ പിക്കിളും അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി ആ വക ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഇന്ന് 2 കറികളും വെച്ചിരിക്കുന്നത്. രസമാണെങ്കിലും കുറച്ച് സ്പൈസി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്ക മെഴുക്കുവരട്ടി ആണെങ്കിലും ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമുക്ക് കഴിക്കാനുള്ള ചോറും കറികളും എല്ലാം നമ്മളിതാ ടേബിളിലേക്ക് എടുത്തു വെച്ചു. നല്ല ചൂട് ചോറും അതുപോലെ തന്നെ വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയും നമ്മുടെ രസവും പിന്നെ പപ്പടവും അതുപോലെ തന്നെ പപ്പടവും അങ്ങനെ ഫിഷ് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യണം, ഫിഷ് ഫ്രൈയും. അപ്പോൾ നമുക്ക് ഈ രസത്തിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ ഒരുപാട് കറികളും കാര്യങ്ങളൊന്നും വേണ്ട. എങ്കിലും ഇന്ന് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ബാക്കി കുറച്ച് വാഴയ്ക്ക മെഴുക്കുവരട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചെന്നേ ഉള്ളൂ. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, വളരെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കുറച്ച് ഫിഷ് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ആണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഫിഷിന് ഒരു പ്രത്യേക ഫ്ലേവറാണ്. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് എടുത്തു. ഞാനിത് ആവശ്യത്തിന് ചോറെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ രസം ഞാൻ ഒഴിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ നല്ല ചൂട് ചോറിലേക്ക് നല്ല ചൂട് രസം ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ കോരി കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ സൈഡിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയും 2 പീസ് ഫിഷ് ഫ്രൈയും പിന്നെ ഒരു പപ്പടമൊക്കെ വെച്ചിട്ട് വളരെ ആസ്വദിച്ച് തനി നാടൻ കേരള സ്റ്റൈൽ ലഞ്ചെന്ന് തന്നെ പറയാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. വലിയ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മൾ വിഭവസമൃദ്ധമായിട്ട് ഒരുപാട് ഐറ്റംസ് മനഃപൂർവ്വം റെഡിയാക്കാത്തതാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള 1-2 ഐറ്റംസ് വെച്ചിട്ട് വളരെ ടേസ്റ്റോട് കൂടിയിട്ട് ബോറടിക്കാത്ത രീതിയിൽ ആസ്വദിച്ച് കഴിക്കുക, അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 1-2 ഐറ്റംസ്. പിന്നെ നോൺ വെജ് ആയിട്ട് എന്തെങ്കിലും കാണും, പ്രോൺസ് ആയിട്ടും അതുപോലെ തന്നെ ബീഫോ ചിക്കനോ അതുപോലെ തന്നെ ഫിഷസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ കാണും.
ഓക്കെ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോഴത്തേനും സ്ട്രോബെറി ഫ്ലേവറിലുള്ള വേഫേഴ്സ്. അപ്പം സാറയ്ക്കും എന്തെങ്കിലും മധുരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ എനിക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ഒരുപാട് മധുരമൊന്നുമില്ല, സാധാ ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുള്ള വേഫേഴ്സ്, സ്ട്രോബെറി ഫ്ലേവർ. അതിനുശേഷം കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും സ്പോഞ്ച് കേക്ക്, ഇതിൻ്റെ ഒരു ബട്ടർ ചീസ് ഫ്ലേവർ ആയിട്ടുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു, സ്ട്രോബെറി ഫ്ലേവറും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു. ഇത് മൂന്നാമത്തെ ഫ്ലേവർ ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ പിസ്ത ബട്ടർ ഫ്ലേവറിലുള്ള സ്പോഞ്ച് കേക്കാണ്. അതൊക്കെ കഴിച്ചു, അതും ഞാനും മക്കളും കഴിച്ചു. ഈവനിങ് ആയപ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട് ഫിനി, അപ്പം നൈബർ ഫ്രണ്ട്, അവളിതാ മാംഗോ അട, ഉള്ളിൽ ശർക്കരയും തേങ്ങായും മാംഗോയും ഒക്കെ സ്റ്റഫ് ചെയ്ത് നല്ല ചൂടട കൊണ്ട് തന്നു. മാംഗോ ആണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു, യമ്മി ഡിലീഷ്യസ് ആയിട്ടുള്ള അട. പിന്നെ അവൾ കുറച്ച് ചിക്കൻ വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ള കുറച്ച് മക്കറോണി പാസ്തയും കൂടി കൊണ്ട് തന്നു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരം ചായ കാപ്പി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് റെഡിയാക്കിയിരുന്നത് കൈ റൊട്ടിയും അതുപോലെ തന്നെ നമ്മുടെ രാവിലെ നമ്മൾ എടുത്തിരുന്ന നമ്മുടെ തേങ്ങാപ്പാൽ മുട്ടക്കറിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ 3 കൈറൊട്ടിയും അതുപോലെ തന്നെ ഒരു ബോയിൽഡ് എഗ്ഗും കുറച്ച് കറിയും കൂടെ ചേർന്നിട്ട് ഇതൊക്കെയാണ് ഞാൻ ഡിന്നറിന് വേണ്ടി കഴിക്കാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മീൽസ്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതാ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.